ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ വളരെ സന്തോഷം നിറഞ്ഞ, അഭിമാനം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. അമ്പലപ്പുഴയുടെ മണ്ണിൽ കാരുണ്യത്തിൻ്റെ തണലായി മാറിയ അമ്പലപ്പുഴ കുടുംബവേദിയുടെ കരുണാമൃതം, കണ്ണുനീരൊപ്പാൻ കരുതലിൻ്റെ കരങ്ങൾ. ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 14 വീടുകളുടെ താക്കോൽ ദാനവും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലുമാണ് ഈ ചടങ്ങിൽ നടക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് കുടുംബവേദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അമ്പലപ്പുഴയുടെ സാമൂഹിക ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് സേവനത്തിന്റെ പുതിയൊരർത്ഥം രചിക്കുകയാണ് അമ്പലപ്പുഴ കുടുംബവേദി. പ്രിയപ്പെട്ട അമ്പലപ്പുഴ നിവാസികളെ, സഹോദരങ്ങളെ, നമസ്കാരം. ശബ്ദങ്ങളും തിരക്കുകളും നിറഞ്ഞ ഈ ലോകത്ത് ഇനിയും മങ്ങിപ്പോകാത്ത ഒരു ശബ്ദമാണ്. അത് കരുണയുടെ ശബ്ദമാണ്. ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് തനിയെ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നാണ്. ഉത്തരം ഒരു പക്ഷേ ഇല്ല എന്നായിരിക്കും. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും സമുദ്രത്തിന്റെ മഹത്വത്തിൽ പങ്കാളിയാകുന്നെങ്കിൽ ഒരു ചെറിയ ചിന്ത പോലും ആയിരങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാം. അത് ഒരു സത്യമാണ്. അതിന് ഒരു ഉദാഹരണമാണ് അമ്പലപ്പുഴ കുടുംബവേദി. ഗ്രീൻ അമ്പലപ്പുഴ എന്ന ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത്. ഇന്ന് ആ യാത്രയുടെ പാത തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ മരുന്നിനായി വഴിയെടുത്തവർക്ക് ആശ്വാസമാകാൻ നമുക്ക് കഴിയും. ജീവിതത്തിന്റെയും മരണത്തിനുമിടയിൽ ഡയാലിസിസ് യൂണിറ്റുകളിൽ പോരാടുന്നവർക്ക് ഒരു കരുതലാകാൻ ഞങ്ങൾക്ക് സാധിച്ചു. പഠിക്കണം എന്ന സ്വപ്നം മാത്രം കൈവശമുള്ള സാഹചര്യങ്ങളുടെ തടവുകാരായ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷയിലുള്ള കൈമാറാൻ ഞങ്ങൾക്ക് കഴിയും. തലചായ്ക്കാൻ ഇടം പോലും ഇല്ലാത്ത നിലാരംബരായ ജീവിതങ്ങൾക്ക് ഒരു സുരക്ഷിത താവളം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇതിലധികം വലിയൊരു സംതൃപ്തി ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമ്പത്ത് ശേഖരിക്കപ്പെടേണ്ടതല്ല, അത് പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥാർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്, അത് പൂർത്തിയാവുന്നത്. കുടുംബവേദിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവും അനുഗ്രഹവുമായി ഞാൻ കാണുന്നു. അമ്പലപ്പുഴയുടെ ഈ മണ്ണിൽ നാം വിതച്ച സ്നേഹത്തിൻ്റെ ഈ വിത്തുകൾ ഇനിയും വളർന്ന് പന്തലിക്കണം. ഒരു മനുഷ്യൻ പോലും സഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോകാത്ത ഒരു സമൂഹം, അതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് കൈകോർത്തും ഹൃദയം കൂട്ടിച്ചേർത്തും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും